ഹലോ ഗായ്സ്, ഫ്രാൻസിസ് ആണ്, FM ഫിഷ് കട്ടിങ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വറ്റപ്പാര കറി കട്ടിങ് ആണ്. വറ്റപ്പാര വന്നിട്ട് ഒരു 19 കിലോയോളം തൂക്കം വരുന്ന ഒരു വറ്റപ്പാരയാണ്. നമ്മൾ അതിൻ്റെ സൈഡ് കളയുന്നുണ്ട്. നമ്മൾ പുതിയ ചെയ്തെടുത്ത കത്തിയാണ്. അതിൻ്റെ സൈഡൊക്കെ വെട്ടിക്കളഞ്ഞ് ഇനി അതിനെ തൊലി കളയണം. ഒന്ന് തൊലി കളയുക. നല്ല വെള്ള മീറ്റാണ് ഇതിൻ്റെത്. മുള്ളൊത്തിരി ഹാർഡാണ്. അപ്പോൾ തൊലി ചറയെന്ന് പറഞ്ഞ് വലിച്ച് പിഴുതങ്ങടിക്കുകയാണ്. ഇത് ഹാർഡാണ് തൊലി. ഇതിന് ചെറുതൊക്കെ തൊലി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ ചെതുമ്പൽ മാന്തി കളയാൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെയും തൊലി നമ്മൾ ഈ കടൽ തീരങ്ങളിൽ താമസിക്കുന്ന ഇതിനെക്കുറിച്ച് മീനിനെക്കുറിച്ച് അറിയാവുന്നവർ അതിൻ്റെ തൊലിയൊന്നും എടുക്കാറില്ല. തൊലി നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തല കൊളുത്ത് വെട്ടി തലയങ്ങ് മാറ്റാം. ഇത് കറിക്കും ഫ്രൈക്കും ഒക്കെ നല്ല ബെറ്ററാണ്. നല്ല ഫിഷാണ്, നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ പുതിയൊരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. സയ ഫ്രഷ് ഫിഷ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ്. അപ്പോൾ അവർ തിരുവനന്തപുരത്ത് ഒട്ടുമിക്കയായിട്ട് ഇതെല്ലാം ഡെലിവറി ഉണ്ട്. അത് നമ്മുടെ ഒരുപാട് പർച്ചേസിംഗ് ഉണ്ട്. ഒരു ഡെയിലി ഒരു 10-20 ഐറ്റം പുറത്ത് കാണും. നെയ്മീൻ, പുള്ളിമോത, ചൂര, വറ്റ, തെരച്ചി, അങ്ങനെ ചെറിയ മീനുകൾ വന്നിട്ടുണ്ട്. ആവോലി, വൈറ്റ്, ബ്ലാക്ക്, വട്ടക്കണ്ണി, പരവ, കണവ, കൊഞ്ച്, 2 ഐറ്റം കൊഞ്ച് വരും. പിന്നെ മത്തി, ചാള, നൊത്തോലി, കോന്നത്തോലി, അയല, കണ്ണൻ കൊഴിയാള, മുണ്ടൻ കൊഴിയാള, വാള, ഒരുമാതിരി എല്ലാ ഐറ്റം വരും. ഞണ്ട്, കക്ക, എല്ലാ ഐറ്റങ്ങളും വരും നമ്മുടെ ഇവിടെ. ഒരുപാട് വിലയൊന്നുമില്ല. ഓൺലൈൻ വഴിയൊക്കെയാണ് ബുക്കിംഗ്. വിലയൊക്കെ കുറവ് തന്നെ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോകളൊക്കെ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പം നിങ്ങളുടെയൊക്കെ എല്ലാം സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ചെറിയൊരു പുരോഗതി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വരിക്കാരുടെ സഹായമാണ്. അപ്പോൾ നിങ്ങൾ ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഫുൾ വീഡിയോ ഒക്കെ സ്പ്ലിറ്റ് ചെയ്യാതെ കാണുകയും വേണം. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഇടയ്ക്ക് ചെറിയ റീൽസൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അവിടെയുള്ള പയ്യന്മാരും നമ്മളൊക്കെ ചെറിയ റീൽസുകളൊക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. മോഹൻലാലിൻ്റെ ഡയലോഗ് പോലെ വിശ്രമവേളകൾ ആനന്ദകരമാക്കുക എന്നുള്ളതുപോലെ നമ്മളും സമയം കിട്ടുമ്പോൾ അവിടെയുള്ള പിള്ളേരെയൊക്കെ വെച്ച് ചെറിയ റീലൊക്കെ എടുത്ത് അവർക്ക് അതൊരു മോട്ടിവേഷനാവും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിലെ വീഡിയോകൾ കണ്ട് അറിയാവുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോകളൊക്കെ ഒന്ന് കാണാൻ പറയുകയും. അങ്ങനെ കാണുക മാത്രം ചെയ്താൽ പോരാ, കണ്ട് ലൈക്കും ഒരു കമൻറ്റും കൂടെ നിങ്ങൾ അടിക്കണം. അത് മറന്നു പോകരുത്. അപ്പോൾ തൊലിയെല്ലാം മുറിച്ച് അതിനെ കീറി മുറിച്ച് ചെറിയ പീസുകളാക്കിയാണ് കറിക്കട്ടുകൾ. അത് സ്റ്റീൽ കത്തി വെച്ച് ചെതുമ്പലിൻ്റെ ഒന്ന് ചെത്തിയെടുക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ മറ്റേ ഇറച്ചി വെട്ടുമ്പോൾ ടക്കെന്ന് പറഞ്ഞ് 2-3 കൊത്തിയ സംഭവം തീരും. ഓരോ പീസുകളാക്കി നീളത്തിന് മുറിച്ചിട്ട് അതിനെ ചെറിയ ചെറിയ പീസുകളാക്കുന്നതാണ്. നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ
അത് അറിയിക്കുക. നമ്മൾ പരിഹരിക്കുന്നതായിരിക്കും. നമ്മളിതിലെ തുടക്കക്കാരനാണ്. അപ്പോൾ അതിൻ്റേതായ എന്തെങ്കിലും ഫാൾട്ടുകൾ വരും. എല്ലാവരും അത് സഹകരിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് കൂടുതലും മീനിൻ്റെ കട്ടിങ്ങുകളാണ്. പിന്നെ അത് മീൻ കട്ടിങ് മാത്രം ആയിട്ട് ഇടുന്നത് കൊണ്ടാണ് റീൽസുകൾ ചെയ്യുന്നത്. നല്ല ചെയ്യിച്ച കത്തിയാണ്. നല്ല വണ്ടിയുടെ പ്ലാറ്റ് കൊണ്ട് ചെയ്യിച്ചതാണ്. ഇത്തിരി വെയിറ്റുള്ള കത്തിയാണ്. ഈ വെട്ടുന്ന വെട്ടൊക്കെ കയ്യിലൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ കൈ അതുപോലെ 2 പീസായി പോവും. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന ഓരോ ഐറ്റം മീനുകളൊക്കെ വാങ്ങി ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുക. എവിടെന്നെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ കൊള്ളാമോ ഇല്ലയോ, എന്നിട്ട് കമൻറ്റ് വഴി അത് അറിയിക്കുക. ഇതിന് മുള്ളിത്തിരി ഹാർഡായിട്ടുള്ളതേ ഉള്ളൂ. ബാക്കി പീസൊക്കെ നല്ല സോഫ്റ്റാണ്. പിന്നെ ചിലതിൽ നല്ല മുട്ട കാണും, പരു കാണും, നല്ല വലിയ പരു. അത് നല്ലതാണ്. ഞാൻ കൂടുതലും ഈ വീഡിയോകളിൽ പാട്ടാണ് ഇടാറുള്ളത്. പക്ഷെ ഈ പാട്ട് കോപ്പി റൈറ്റ് ആകുന്നത് അതുകൊണ്ടാണ് സൗണ്ട് കൊടുക്കുന്നത്. എന്തെങ്കിലും തെറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ച് നമ്മളോട് സഹകരിക്കുക. നമ്മൾ കട്ട് ചെയ്യുന്ന രീതി ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പുറത്തേക്ക് നമ്മുടെ പുതിയൊരു സ്റ്റാഫാണ്, ആസാമിലുള്ളതാണ്. വിക്രം ഭായ്. നമ്മൾ ബാബു എന്നാണ് വിളിക്കുന്നത്. ആൾ മീനൊക്കെ കൊണ്ട് നല്ല സ്പീഡാണ്. നമുക്ക് നല്ലപോലെ മലയാളമൊക്കെ അറിയാം. എല്ലാ മീനുകളും ക്ലീൻ ചെയ്യും. അപ്പോൾ നമ്മളിത് ഫ്രൈക്ക് ഇപ്പോൾ വെട്ടിയ ഇരിക്കുന്ന ഈ പീസിനെ ഒന്ന് റൗണ്ടിനെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫുൾ ഫ്രൈ ചെയ്ത് ഒരു കരിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും. നമ്മൾ ചിലപ്പോൾ ഓഡിയോയിൽ സൗണ്ട് കുറവായിരിക്കും. നമ്മുടെ ഈ മൈക്ക് ചെറിയൊരു കംപ്ലൈൻ്റ് ഉള്ളതാണ്. ഈ ഒരു മെനക്കേടില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പാട്ട് കൊടുക്കുന്നത്. പക്ഷേ ആ പാട്ടുകളെല്ലാം മറ്റേ കോപ്പി റൈറ്റിംഗ് സിമ്പൽ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഓഡിയോ കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഓഡിയോയ്ക്ക് വോളിയം കുറവ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ അടുത്തതിൽ പരിഹരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര് മറക്കണ്ട, സയ ഫ്രഷ് ഫിഷ്. ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് ഇതിൻ്റെ ലിങ്ക്. നിങ്ങൾ ട്രിവാൻഡ്രത്താണെങ്കിൽ ഹോം ഡെലിവറി ആവശ്യമുണ്ടെങ്കിൽ സയ ഫ്രഷ് ഫിഷ് എന്നടിക്കുമ്പോൾ ഫേസ്ബുക്കിൽ കാണും, അതിൻ്റെ ലിങ്ക് കാണും. പിന്നെ കോൺടാക്റ്റ് നമ്പർ അക്കാലത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ വിളിച്ച് ഓർഡർ